ഒരാഴ്ച ഒരു സമയം കൊടുക്കും, ഒരു സാമാന്യ ഒരു മര്യാദ, ഒരു കുറച്ച് പേര് കണ്ടോട്ടെ. ആ 3 രൂപ കൂട്ടി വെച്ച് എമൗണ്ട് വെച്ച് സിനിമക്കാർ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്. അതേസമയം ഒരു മോശം സിനിമയാണ് എന്ന് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ റിവ്യൂ ഇടുന്നു, അത് ഷെയർ ചെയ്യുന്നു, അതിൻ്റെ കമൻറ്റ്. അപ്പോൾ ഈ നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും അധികം ഇവിടെ പ്രചരണം കൂടുന്നത്. അവർക്ക് ഈ യൂട്യൂബിൽ കൂടി ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോൾ അവർ പണമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയല്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നെയല്ലേ ഒരു സിനിമ ചെയ്യുന്നത്. ഇയാളത്ര ശരിയല്ല കേട്ടോ. ഇതിൽ ഇപ്പം നേരത്തെ അദ്ദേഹം ചോദിച്ചല്ലോ സോഷ്യൽ മീഡിയയുടെ ഇത്തരം വിമർശനങ്ങൾ. പണ്ട് കാലത്തും മലയാള സിനിമയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പടം ഓടാൻ ഒരാഴ്ച ഒരു സമയം കൊടുക്കും, ഒരു സാമാന്യ ഒരു മര്യാദ, ഒരു കുറച്ച് പേര് കണ്ടോട്ടെ. അതായത് ഇപ്പം എനിക്കൊരു സിനിമയെക്കുറിച്ച് ഒരഭിപ്രായമുണ്ട്, ആ അഭിപ്രായം ഞാൻ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്താണ്? അപ്പം ഞാനിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇയാളത്ര ശരിയല്ല കേട്ടോ എന്ന് ഇദ്ദേഹം പറഞ്ഞാൽ ആ ഒരു പിക്ചറോടുകൂടെ മാത്രമേ ആ വ്യക്തിയെ ഇദ്ദേഹം കാണുകയുള്ളൂ. അതങ്ങനെയല്ലല്ലോ. എനിക്കുള്ള അഭിപ്രായം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, അത് ഞാൻ സമൂഹത്തിന് മുൻപാകെ, അതും ഇറങ്ങിയ അന്ന് തന്നെ ഇതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ, അന്ന് തന്നെ ഇത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് സാമിയേട്ടന് വേണ്ടി മാത്രമല്ല ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്. കാരണം ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഇപ്പം സാമിയേട്ടൻ പറഞ്ഞു ഇതിന് പിന്നിൽ ബാധിക്കപ്പെടുന്ന ഒരുപാട് തൊഴിലാളികൾ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവുണ്ട്. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായിരുന്നു ശ്രീ സുരേഷ് കുമാർ. ഞാൻ ബോർഡ് മെമ്പറായിരുന്നു. ഞങ്ങൾക്കറിയാം ഒരു സിനിമ ഓടുമ്പോൾ 10 രൂപയാണ് ക്ഷേമനിധി ബോർഡിൽ, 3 രൂപ അല്ലേ, 3 രൂപയാണ് നമുക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് വരുന്നത്. ഈ 3 രൂപയിൽ നിന്ന് 3 രൂപ ഓരോ ആൾ ടിക്കറ്റ് എടുക്കുമ്പോഴും ആ 3 രൂപ കൂട്ടി വെച്ച് എമൗണ്ട് വെച്ച് സിനിമക്കാർ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്. എനിക്കറിയാം ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ 4-ാം തീയതി പൈസ വന്നില്ല, മരുന്ന് വാങ്ങിക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു സിനിമ ഓടുമ്പോൾ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ ഓടിപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ആദ്യം കുറേ നാൾ കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫണ്ട് ഇല്ലാതായപ്പോൾ, കാരണം തിയേറ്ററിൽ സിനിമ വരുന്നില്ല, പിന്നീട് ഗ്രാജുവലായിട്ട് വന്ന് കാന്താര പോലുള്ള സിനിമകൾ വന്നപ്പോൾ നമുക്കൊക്കെ ഏത് ഭാഷയുമാകട്ടെ തിയേറ്ററിൽ ആളുകൾ നിറഞ്ഞ് ഓടുമ്പോൾ ഇതിൽ നിന്ന് സന്തോഷമായി ഒരു നേരത്തെ പിന്നെ അവരവരുടെ അസുഖങ്ങൾക്ക് അത് നിങ്ങൾ വിചാരിക്കണമാതിരി സിനിമാക്കാർ മാത്രമല്ല, ഓട്ടംതുള്ളൽ, കഥകളി, കൂടിയാട്ടം, ചാക്യാർ കൂത്ത്, നാഗസ്വരം, ദവില്, മദ്ദളം എന്ന് വേണ്ട എല്ലാ കലാകാരന്മാരും അല്ലേ, എല്ലാ കലാകാരന്മാർക്കും ഈ സിനിമ ഓടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ 3 രൂപയിൽ നിന്നാണ് ഓരോരുത്തർക്ക് ഇത് 3700-ലധികം ആളുകൾ ഈ എമൗണ്ട് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എത്ര ആൾക്കാർ. അപ്പോൾ ഒരു സിനിമ ഒരാൾക്ക്, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഏതൊരു വ്യക്തി, ഞാനിപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞ് ആ ആൾക്ക് ഒരു വലിയ പ്രശസ്തി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പിന്നെ ഒരു സിനിമയെക്കുറിച്ച് സിനിമ കണ്ട് 11 മണിക്ക് സിനിമ കണ്ടു, 2 മണിക്കുള്ളിൽ ആ റിവ്യൂ ഇടുന്ന ഒരാൾ ഒരു സിനിമ നല്ലതാണ്, ഗംഭീര സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് താഴെ കമൻ്റ് ഇടുന്നവരോ അത് കണ്ടവരോ കൂടിപ്പോയ ഒരു 100 പേരോ 200 പേരോ ഉണ്ടാവും. അതേസമയം ഒരു മോശം സിനിമയാണ് എന്ന് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ റിവ്യൂ ഇടുന്നു, അത് ഷെയർ ചെയ്യുന്നു, അതിൻ്റെ കമൻറ്റ്. അപ്പോൾ ഈ നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും അധികം ഇവിടെ പ്രചരണം കൂടുന്നത്. അപ്പം ഈ ആൾ എന്തിനാണ് ഇങ്ങനെയുള്ളവർ, ഇങ്ങനെ വിമർശിക്കുന്നവർ എന്തിനാണ്? അവർ പൈസ ഉണ്ടാക്കാനാണല്ലോ. അവർക്ക് ഈ യൂട്യൂബിൽ കൂടി ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോൾ അവർ പണമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയല്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നെയല്ലേ ഒരു സിനിമ ചെയ്യുന്നത്. ആ സിനിമയിൽ കൂടി സിനിമ നിർമ്മിച്ച നിർമ്മാതാവ്, സംവിധായകൻ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ചായ കൊടുക്കുന്നവർ മുതൽ ഈ പറഞ്ഞ ക്ഷേമനിധി ബോർഡിലുള്ളവർ, ഈ 4000 രൂപ പെൻഷൻ വാങ്ങിക്കുന്നത് വരെ
ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്, ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു സിനിമയെക്കുറിച്ച് മോശമായി പറഞ്ഞാലും ഞാൻ തിയേറ്ററിൽ മാത്രമേ സിനിമ പോയി കാണൂ, ഞാൻ OTT-യിൽ കാണില്ല. വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ, അതുപോലെ എത്ര മിഥുനം ഭയങ്കര സക്സസ് ആണ്. എവിടെ? ഓൺലൈൻ മാധ്യമങ്ങളിൽ, യൂട്യൂബിൽ അതിങ്ങനെ കോടിക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. തിയേറ്ററിലധികം പോയിട്ടില്ല. ദേവദൂതൻ തിയേറ്ററിലധികം പോയിട്ടില്ല. പക്ഷേ കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ ടേസ്റ്റ് മാറുന്നു എന്ന് പറയുന്ന മാതിരി ഒരു ചെറിയ വാക്കുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ചെയ്യുന്ന ഇത്തരം വിമർശനങ്ങൾ താങ്കൾക്ക് വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ ഒരാഴ്ച ഒരു സമയം കൊടുക്കുക. ഇതൊരു എല്ലാവരും ഇവിടെ സ്പീൽബർഗ് ഒന്നും അല്ല, എല്ലാവരും സാധാരണ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ 100% ബെസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അപൂർവത്തിൽ അപൂർവം മാത്രമേ സംഭവിക്കൂ. അപ്പം അത് പടങ്ങൾ ഓടട്ടെ, എല്ലാവരും ഇവിടെ ജീവിക്കട്ടെ. ഇങ്ങനെ താങ്കൾ മാത്രം, ഇത്തരം വീഡിയോ ചെയ്യുന്നവർ മാത്രം ഇങ്ങനെ ഇതിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ റിവ്യൂസും ഷെയറിങ്ങും കൊണ്ട് ജീവിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വലിയൊരു വിഭാഗം ഈ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, ഇതിൽ നിന്ന് കിട്ടുന്ന ആ 3 രൂപയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് കൂടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ദയവ് ഇത് മനസ്സിലാക്കണം.